ഹായ് നമസ്കാരം. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാ? ഇലക്ട്രോകെമിസ്ട്രിയിലെ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ, നമ്മുടെ ഓണോ എക്സാമിന് ചോദിക്കുന്ന ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നോക്കാം ക്വസ്റ്റ്യനിലേക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് ദ സെൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് 1 മാർക്കാണ്. ഡാനിയൽ സെൽ എന്താണെന്ന് അറിയാമല്ലോ. എന്താ? ഇസഡൻ സിയു സെല്ലാണ് എന്ത്? ഡാനിയൽ സെൽ. ഡാനിയൽ സെൽ എന്ന് പറയുന്നത് ഇസഡൻ സിയു സെല്ലാണ്. അപ്പൊ ഈ സെൽ റെപ്രസെന്റേഷൻ നമ്മൾ പഠിച്ചതാണ്. ആദ്യം എന്ത് എഴുതണം? ആനോഡ് എഴുതണം. ഇവിടുത്തെ ആനോഡ് സിങ്ക് അല്ലേ, ഇസഡൻ എന്തായിട്ട് മാറുക? ഓക്സിഡേഷൻ നടന്നിട്ട് ഇസഡൻ 2+ ആയിട്ടല്ലേ മാറുന്നത്? ഇസഡൻ ബാർ ഇസഡൻ 2+. അത് നമ്മൾ ആനോഡിലെ റിയാക്ഷൻ എഴുതിയതിനു ശേഷം എന്ത് കൊടുക്കണം? ഒരു ഡബിൾ സ്ലാഷ് കൊടുക്കണം. സാൾട്ട് ബ്രിഡ്ജിനെയാണ് റെപ്രസെന്റ് ചെയ്തത്. നെക്സ്റ്റ് കാഥോഡ് ഏതാ? കോപ്പർ അല്ലേ. കോപ്പറിലെ റിയാക്ഷൻ എഴുതണം. കോപ്പറിലെ റിഡക്ഷൻ അല്ലേ, Cu2+ എന്തായിട്ട് മാറുക? കോപ്പർ ആയിട്ട് മാറുക. ഇതാണ് ഡാനിയൽ സെല്ലിന്റെ റെപ്രസെന്റേഷൻ. ഡാനിയൽ സെല്ലിന്റെ റെപ്രസെന്റേഷൻ എഴുതാനാണ്. ഡാനിയൽ സെൽ എന്ന് പറയുന്നത് ഇസഡൻ സിയു സെല്ലാണ്. ആനോഡ് സിങ്കും കാഥോഡ് കോപ്പറും ആണ്. നമ്മൾ ഏത് സെല്ലിനെ റെപ്രസെന്റ് ചെയ്താലും ഫസ്റ്റ് ആനോഡ് റിയാക്ഷൻ എഴുതണം. ഇസഡൻ 2+ ആയിട്ട് മാറുന്നു, ഡബിൾ സ്ലാഷ് കൊടുക്കണം. എന്നിട്ട് അടുത്ത എന്താ? കാഥോഡ് എഴുതണം. Cu2+ എന്തായിട്ട് മാറുന്നു? Cu ആയിട്ട് മാറുന്നു. ഓക്കെ അല്ലേ? ഡാനിയൽ സെൽ നമ്മളെ റെപ്രസെന്റ് ചെയ്യണം. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ ഈസ് 1.1 വോൾട്ട്. നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി. എന്ത് കണ്ടുപിടിക്കാനാ? സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി കണ്ടുപിടിക്കാനാ. അപ്പൊ അവിടെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഏതാ? ഡെൽറ്റ G0 - NF E0 സെൽ എന്നാണ്. എന്താ? ജി ഗിബ്സ് എനർജി ആണ്. സ്റ്റാൻഡേർഡ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ G0 കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ഡെൽറ്റ G0 - NF E0 സെല്ലാണ്. ഇതിനകത്ത് N നമുക്കറിയാം. N ഇവിടെ എത്രയാ? ഇലക്ട്രോൺസിന്റെ എണ്ണമാ N. എത്ര ഇലക്ട്രോണുകളാ? 2 ഇലക്ട്രോൺ അല്ലേ. N2 ആണ്. F അറിയാം, അത് ഫാരഡേയുടെ കോൺസ്റ്റന്റ് ആണ്. എത്രയാ ഫാരഡേയുടെ കോൺസ്റ്റന്റ്? 96,500 കൂളം ആണ്. 96,500 കൂളം ആണ്. നെക്സ്റ്റ് E0 സെല്ലാണ്. E0 സെൽ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഈ സെൽ എന്ന് വെച്ചാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, E0 സെൽ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എത്രയാ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറയുന്നത്? ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ ഈസ് 1.1 വോൾട്ട് എന്നല്ലേ കൊടുക്കാമല്ലോ. ഇനി ഇക്വേഷൻ അതേക്ക് അപ്ലൈ ചെയ്താൽ എന്ത് വരും? ഡെൽറ്റ G0 - N2 ആണ്. F 96,500 ആണ്. ഇൻറ്റു 1.1 വോൾട്ട് ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ -212.73 യൂണിറ്റ് എന്തൊക്കെയാ വരും? E0 സെല്ലിന്റെ നോക്കിക്കേ, നമുക്ക് ഗിബ്സ് എനർജി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ G0 - NF E0 സെല്ലാണ്. N എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ എണ്ണം 2, F ഫാരഡേയുടെ കോൺസ്റ്റന്റ് 96,500 കൂളം. പിന്നെ നമ്മുടെ E0 സെൽ എന്ന് വെച്ചാൽ എത്രയാ? 1.1 വോൾട്ട് ആണ്. ഇക്വേഷനകത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? -212.73 എന്ന് കിട്ടും ആൻസർ. -212.73. നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാം. ഇക്വേഷൻ പഠിച്ചു വെക്കുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പം നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ 2 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ ആനോഡ് കാഥോഡ് റിയാക്ഷൻ ഓഫ് H2O2 ഫ്യൂവൽ സെൽ ആണ്. റൈറ്റ് ദ ആനോഡ് കാഥോഡ് റിയാക്ഷൻ ഓഫ് H2O2 ഫ്യൂവൽ സെൽ. അപ്പോൾ ഫ്യൂവൽ സെൽ എന്താ ഫ്യൂവൽ സെൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. കെമിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പക്ഷെ എന്തിലൂടെ ആയിരിക്കും? ഫ്യൂവൽസിന്റെ കമ്പഷനിലൂടെ ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. എന്താണ് ഫ്യൂവൽ സെല്? കമ്പഷൻ ഓഫ് ഫ്യൂവൽസ്. ഫ്യൂവൽസിന്റെ കമ്പഷനിലൂടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാൽവാനിക് സെല്ലുകളാണ് എന്ത്? ഫ്യൂവൽ സെല്ലുകൾ. അതിന് നമ്മൾ ഒറ്റൊരു എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ളൂ. H2O2 ഫ്യൂവൽ സെല്ല്. അതിന്റെ സ്ട്രക്ചർ ഒക്കെ ഓർമ്മയില്ലേ? H2O2 ഫ്യൂവൽ സെല്ല്. സ്ട്രക്ചർ ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാഥോഡ് ആനോഡ് റിയാക്ഷൻ ആണ്. H2O2 ഫ്യൂവൽ സെല്ലിന്റെ കാഥോഡിലും ആനോഡിലും നടക്കുന്ന റിയാക്ഷൻ എഴുതാനാണ്. നമ്മുടെ H2O2 ഫ്യൂവൽ സെല്ല് നമ്മൾ ഇങ്ങനെയല്ലേ വരച്ചു പഠിച്ചത്? ഇവിടെ എന്താ? H2. ഇതാണ് എന്ത്? ആനോഡ്. ഇപ്പുറത്തെ സൈഡാണ് എന്ത്? O2. ഇതാണ് എന്ത്? കാഥോഡ്. ഇനി ഇവിടെ നിന്ന് വെളിയിലോട്ട് പോകുന്നത് നമ്മുടെ വാട്ടർ ആണ്. ഈ നടുക്കാണ് എന്തിരിക്കുന്നത്? ഇലക്ട്രോലൈറ്റ്. NaOH ആൽക്കലി ആയിരിക്കും.
ഇലക്ട്രോലൈറ്റ്. അതല്ലേ നമ്മുടെ H2O2 ഫ്യൂവൽ സെല്ലിന്റെ ഒരു സ്ട്രക്ചർ ഓർത്ത് വെക്കുക. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആനോഡ് ഹൈഡ്രജൻ, കാഥോഡ് ഓക്സിജൻ, അവിടെ നടക്കുന്ന റിയാക്ഷൻ എഴുതാനാണ്. അപ്പൊ നോക്കാം, നമുക്ക് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എഴുതാം. ആനോഡിൽ എന്താ 2H2 ആണെങ്കിൽ ആ ആൽക്കലി ഉണ്ടല്ലോ അതിനകത്തുള്ള OH ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് വാട്ടർ മോളിക്യൂളും ഓക്സിഡേഷൻ ആയതുകൊണ്ട് ഇലക്ട്രോണുകളും എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഇതാണ് ആനോഡിലെ റിയാക്ഷൻ. കാഥോഡിലെ റിയാക്ഷൻ നമ്മൾ എങ്ങനെ എഴുതും? കാഥോഡ് എന്ന് പറയുന്നത് ആരാ? O2 ആണ്. O2 ഇവിടെ ആനോഡിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട വാട്ടറുമായിട്ടും അതുപോലെ തന്നെ ഈ ഇലക്ട്രോണുമായിട്ടും, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല റിഡക്ഷൻ, റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? 4OH-. ഇതാണ് ആനോഡ് കാഥോഡ് റിയാക്ഷൻ. ആനോഡ് H2 ആണ്. H2 ഈ OH- എവിടെ നിന്ന് വന്നയാ? ഇലക്ട്രോലൈറ്റ് NaOH. OH- ആയിട്ട് റിയാക്ട് ചെയ്യുന്നു, ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നു, കൂടെ വാട്ടറിനെ റിലീസ് ചെയ്യുന്നു. കാഥോഡ് ഓക്സിജൻ ആണ്. ആ ഓക്സിജൻ ഇവിടെ കിട്ടുന്ന ഈ പ്രൊഡക്റ്റുകളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, എന്നിട്ട് താണ്ടി 4OH- പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് കാഥോഡ്. ആനോഡിൽ നടക്കുന്ന H2O2 ഫ്യൂവൽ സെല്ലിന്റെ റിയാക്ഷൻ. നമ്മളോട് മൊത്തം ഫുൾ റിയാക്ഷൻ എഴുതാൻ ചോദിച്ചാൽ, സെൽ റിയാക്ഷൻ എഴുതാൻ ചോദിച്ചാൽ H2 + O2, 2H2 + O2 gives 2H2 എന്ന് എഴുതാം. ഇത് സെൽ റിയാക്ഷൻ ആണ്. ഇവിടെ അത് ചോദിച്ചിട്ടില്ല. ആനോഡ് കാഥോഡ് റിയാക്ഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 1 മാർക്ക് വീതം ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് H2O2 ഫ്യൂവൽ സെൽ എന്ന്. അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 അഡ്വാൻറ്റേജ് എഴുതണം. എന്തൊക്കെയാ? ഹയർ എഫിഷ്യൻസി ആണ്, എഫിഷ്യൻസി കൂടുതലാണ്. മറ്റുള്ള സെല്ലുകളെ അപേക്ഷിച്ചിട്ട് ഫ്യൂവൽ സെല്ലുകൾക്ക് എഫിഷ്യൻസി കൂടുതലായിരിക്കും, ഹയർ എഫിഷ്യൻസി ആണ്. പിന്നെ പൊല്യൂഷൻ ഫ്രീ ആണ്, അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആണ്, പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല, നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷകരം ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ വാട്ടർ ഒബ്റ്റൈൻഡ് ഫ്രം H2O2 ഫ്യൂവൽ സെൽ ഈസ് യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ് പർപ്പസ്. നോക്കിക്കേ, ഇവിടെ നിന്ന് നമുക്കൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടർ കിട്ടുന്നുണ്ടല്ലോ. ഈ വാട്ടർ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? കുടിക്കുന്ന ആവശ്യത്തിന് വേണ്ടി, ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 അഡ്വാൻറ്റേജ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ 2 അഡ്വാൻറ്റേജ് എഴുതണം. ഹയർ എഫിഷ്യൻസി ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ പൊല്യൂഷൻ ഫ്രീ ആണ്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ്. എന്തൊക്കെയാണ് പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള ഡിഫറൻസ്? നമ്മൾ പഠിച്ചാണ്. എന്താണ് ഡിഫറൻസ്? പ്രൈമറി സെൽ നമുക്ക് ക്യാൻ ബി റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല, റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. കനോട്ട് ബി റീചാർജ്ഡ്, കനോട്ട് ബി റീയൂസ്ഡ്. സെക്കൻഡറി സെല്ലോ ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് റീയൂസ്ഡ്. റീചാർജ് ചെയ്യാനും പറ്റും, റീയൂസ് ചെയ്യാനും പറ്റും. പ്രൈമറി സെല്ലിന്റെ മറ്റൊരു പ്രത്യേകതയും കൂടെ പറ. എന്തായിരുന്നു? പ്രൈമറി സെല്ലിന് നമുക്ക് റിയാക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. സെൽ റിയാക്ഷൻ കനോട്ട് ബി റിവേഴ്സ് ഓർഡർ. സെൽ റിയാക്ഷനെ നമുക്ക് റിവേഴ്സ് ഓർഡറിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. സെക്കൻഡറി സെല്ലിനെയോ ദ സെൽ റിയാക്ഷൻ ക്യാൻ ബി റിവേഴ്സ്ഡ്. അതുകൊണ്ടാണല്ലോ അത് റീചാർജ് ചെയ്ത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നത്. ആ 3 പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള ഡിഫറൻസ്. Primary cell cannot be recharged, cannot be reused, the cell reaction cannot be reversed. Secondary cell can be recharged, can be reused, the cell reaction can be reversed. അപ്പം ഇതൊരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ എന്തൊക്കെയായിരുന്നു? ഡാനിയൽ സെല്ലിനെ റെപ്രസെന്റ് ചെയ്തു, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ട് ഗിബ്സ് എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞു, -NF E0 സെൽ എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മളത് ചെയ്തു. H2O2 ഫ്യൂവൽ സെല്ലിന്റെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ എഴുതി. അതിന്റെ 2 അഡ്വാൻറ്റേജുകൾ എഴുതാനായിരുന്നു. പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ 2 പോയിന്റ് എങ്കിലും എഴുതണം. ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ മോളാർ കണ്ടക്ടിവിറ്റി. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ്. എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി? 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി ആണ്. ആ സൊല്യൂഷൻസ് എവിടെ? 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി ആണ്. അത് കെപ്റ്റ് ചെയ്തിരിക്കുന്നത് യൂണിറ്റ് ഏരിയ ഉള്ള 2 ഇലക്ട്രോഡുകൾക്കിടയിൽ യൂണിറ്റ് ഡിസ്റ്റൻസിലായിരിക്കണം. എന്താണ്? ഇറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് 1 മോൾ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് kept between 2 electrodes having unit area of cross section and unit distance between them. ആ ഇലക്ട്രോഡുകൾ യൂണിറ്റ് ഡിസ്റ്റൻസിലായിരിക്കണം. ആ ഇലക്ട്രോഡുകളുടെ ഏരിയ യൂണിറ്റ് ഏരിയ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എടുത്തിരിക്കുന്ന 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റിയാണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് 1 മോൾ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് kept between 2 electrodes having unit area of cross section ആൻഡ് യൂണിറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് പറയാം. എന്താ മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താ? ദ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് 0 കോൺസെൻട്രേഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി 0 കോൺസെൻട്രേഷനിൽ എത്രയാണോ അതാണ് ലിമിറ്റിംഗ് മോളാർ
കണ്ടക്ടിവിറ്റി. ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്നത് മോളാർ കണ്ടക്ടിവിറ്റി ഡിഫൈൻ ചെയ്യാനായിരുന്നു. രണ്ടാമത്തത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ദ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മൾ ഗ്രാഫ് ഉപയോഗിച്ച് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? റെപ്രസെന്റ് ചെയ്യാനാണ്. നോക്കൂ, നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. എങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരച്ചത്? എക്സ് ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് കോൺസെൻട്രേഷൻ ആണ്, വൈ ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് എന്താ? മോളാർ കണ്ടക്ടിവിറ്റി ആണ്. മോളാർ കണ്ടക്ടിവിറ്റി ആണ്. എക്സ് ആക്സിസിൽ കോൺസെൻട്രേഷൻ, വൈ ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇതാണ്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ലൈൻ ആയിരിക്കും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കണ്ടോ, കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുക? കൂടുവാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെതാണ്, ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെതാണ്. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ വരുന്നതാണ്ട് ഇങ്ങനെയാണ്. ഒരു ആദ്യം ഇതാണ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കോൺസെൻട്രേഷൻ അനുസരിച്ചുണ്ടാകുന്ന മാറ്റമാണ് ഈ തന്നിരിക്കുന്നത്. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഇങ്ങനെ വന്നിട്ട് സ്റ്റഡി ആയിട്ട് ഇങ്ങനെ മുകളിലോട്ട് അങ്ങ് പോവാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോവാണ്. ഗ്രാഫ് ഓർത്ത് വെച്ചിരിക്കുക. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി കോൺസെൻട്രേഷൻ അനുസരിച്ചുണ്ടാകുന്ന മാറ്റമാണ് ഈ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് കോൾറേഷ്യസ് ലോ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കോൾറേഷ്യസ് ലോ? കോൾറേഷ്യസ് ലോ പറയുന്നത് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാകും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് നോക്ക് 0 കോൺസെൻട്രേഷനിലുള്ള കണ്ടക്ടിവിറ്റി അല്ലേ? ഇതിന് നമ്മൾ പറയുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്നാണ്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വീക്ക് ഇലക്ട്രോലൈറ്റ് ഇങ്ങനെ അങ്ങ് പോവാം. അപ്പൊ 0 കോൺസെൻട്രേഷനിലുള്ള കണ്ടക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഗ്രാഫിൽ മെഷർ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതായത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ നമുക്ക് ഗ്രാഫിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ആണ് എന്ത്? കോൾറേഷ്യസ് ലോ. അപ്പൊ എന്താണ് കോൾറേഷ്യസ് ലോ പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദ സം ഓഫ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ എന്നാണ്. ഒരു ഇലക്ട്രോലൈറ്റിൽ കാറ്റയോണും ആനയോണും ഉണ്ടായിരിക്കുമല്ലോ. അപ്പം കാറ്റയോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ ഇലക്ട്രോലൈറ്റിന്റെ ടോട്ടൽ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദ സം ഓഫ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ എന്ന് പറയാം. എന്ത്? കോൾറേഷ്യസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ. അതിന് ബി ക്വസ്റ്റ്യൻ റൈറ്റ് ദ റിയാക്ഷൻസ് ഓഫ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ എന്ത് എഴുതാനാണ്? റിയാക്ഷൻസ് എഴുതാനാണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററി പ്രൈമറി സെല്ലായിരുന്നോ സെക്കൻഡറി സെല്ലായിരുന്നോ? സെക്കൻഡറി സെല്ലാണ് അല്ലെ. പ്രൈമറി സെല്ലിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? മെർക്കുറി സെല്ലും ഡ്രൈ സെല്ലും. സെക്കൻഡറി സെല്ലിലാണ് എന്ത് വരുന്നത്? ലെഡ് സ്റ്റോറേജ് ബാറ്ററി വരുന്നത്. അപ്പൊ റിയാക്ഷൻ എഴുതാൻ പറയുമ്പോൾ നമ്മൾ ആനോഡിലും കാഥോഡിലും എല്ലാം നടക്കുന്ന റിയാക്ഷൻ എന്ത് ചെയ്യണം? അവിടെ എഴുതണം. അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ റിയാക്ഷൻ എഴുതാൻ. നോക്കിക്കേ, നമുക്ക് ആദ്യം ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എഴുതാം. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ആനോഡ് എന്ന് പറയുന്നത് ലെഡ് ആണ്. ആനോഡ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ആനോഡ് ലെഡ് ആണ്. കാഥോഡ് ആരാണ്? കാഥോഡ് ലെഡ് ഡയോക്സൈഡ് ആണ്, PbO2. ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആരാണ്? H2SO4 ആണ്, സൾഫ്യൂരിക് ആസിഡ്. ഓർക്കുക, ആനോഡ് ലെഡ് ആണ്, കാഥോഡ് ലെഡ് ഡയോക്സൈഡ് ആണ്, PbO2. ഇലക്ട്രോലൈറ്റ് എന്താണ്? H2SO4, സൾഫ്യൂരിക് ആസിഡ് ആണ്. നമുക്ക് റിയാക്ഷൻ എഴുതാം. സിമ്പിൾ ആണ് റിയാക്ഷൻ. നമ്മുടെ ആനോഡ് Pb ഇതിനകത്തുള്ള SO4 റിയാക്ട് ചെയ്യുന്നു. ഇലക്ട്രോലൈറ്റിലുള്ള SO4 അയണ് 2- അയോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് PbSO4 ആയിട്ട് മാറുന്നു. ഓക്സിഡേഷൻ ആണ്, 2 ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നു. നമ്മുടെ ആനോഡ് PbSO4 2- റിയാക്ട് ചെയ്തിട്ട് PbSO4 ഫോം ചെയ്യുന്നു, 2 ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നു. നെക്സ്റ്റ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ നമുക്ക് എഴുതാം. കാഥോഡ് ലെഡ് ഡയോക്സൈഡ് അല്ലേ, PbO2. സെയിം ആണ്, ഇയാളും SO4 2- റിയാക്ട് ചെയ്യുന്നുണ്ട്. Pbയും റിയാക്ട് ചെയ്യുന്നുണ്ട്. SO4 2- PbO2 ആയി കാഥോഡ് റിയാക്ട് ചെയ്യുന്നുണ്ട്. 2 ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യണ്ടേ? റിഡക്ഷൻ അല്ലേ. ഒരാളും കൂടെ ഉണ്ട്, 4H+ കൂടെ വരുന്നുണ്ട്. ആരാണ്? നോക്കൂ, വെറുതെ ഇരിക്കുകയല്ലേ ഇവിടുത്തെ ഹൈഡ്രജൻ, സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ 4H+ കൂടെ വരുന്നുണ്ട്.
മനസ്സിലായോ? ലെഡ് ഡയോക്സൈഡ് SO4 2- ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. കാഥോഡ് ആയതുകൊണ്ട് ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ H2SO4 H+ അയോണുകളുമായിട്ടും റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? PbSO4 കിട്ടുന്നുണ്ട്. പിന്നെ 2 വാട്ടർ മോളിക്യൂളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. PbSO4 രണ്ടിടത്തുണ്ട്. കാഥോഡിൽ എന്തുണ്ട്? വാട്ടർ മോളിക്യൂളും ഉണ്ട്. സിമ്പിൾ അല്ലേ നമുക്ക് റിയാക്ഷൻ എഴുതാൻ? ലെഡ് PbO2 H2SO4 Pb plus SO4 2- gives PbSO4 plus 2 electron. Cathode PbO2 plus SO4 2- plus 2 electron plus H plus gives PbSO4 plus 2H2. ഓക്കെ അല്ലേ? അപ്പോൾ ആനോഡ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ റിയാക്ഷൻ 2 മാർക്കിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ് കൊറോഷൻ എന്നാ? ദ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽസ് ബൈ ദ ആക്ഷൻ ഓഫ് മോയ്സ്ചർ, വാട്ടർ വേപ്പർ, അതർ ഗ്യാസസ് എക്സെട്ര. എന്താ? മെറ്റൽസിന്റെ ഡിസ്ട്രക്ഷൻ ആണ്. എങ്ങനെയാണ് മെറ്റൽസ് ഡിസ്ട്രക്ട് ചെയ്യുന്നത്? ബൈ കോണ്ടാക്ട് വിത്ത്, ആരുമായിട്ട് കോണ്ടാക്റ്റിലാവുമ്പോൾ മോയ്സ്ചർ ഓർ വാട്ടർ വേപ്പർ ഓർ കാർബൺ ഡൈ ഓക്സൈഡ് ഓർ അതർ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ മതി. സിമ്പിൾ ഡെഫിനേഷൻ പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്താ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോകെമിക്കൽ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ റസ്റ്റിംഗ് ഓഫ് അയൺ. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അയണിന്റെ റെസ്റ്റിംഗ് ഇല്ല, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, അതിനകത്ത് നടക്കുന്ന കെമിസ്ട്രി നമ്മൾ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ഡിഫൈൻ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. നോക്ക്, നമ്മുടെ അയൺ എടുക്ക്. അയൺ എന്ന് പറയുന്നത് Fe അല്ലേ? അയൺ ഒരു അയൺ പീസ് എടുക്ക്, Fe. അയൺ എന്ന് പറയുന്നത് Fe അല്ലേ? അപ്പൊ അയണിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് ആനോഡായിട്ട് ആക്ട് ചെയ്യും. അറ്റ് എനി പാർട്ട് ഓഫ് ആൻ അയൺ ആക്ട് ആസ് ആനോഡ്. ആനോഡായിട്ട് ആക്ട് ചെയ്യാന്ന് വെച്ചാൽ Fe എന്തായിട്ട് മാറുക? Fe2+. 2 Fe നമ്മൾ എടുത്തേ. Fe2+ അല്ലേ? Fe2+ ആയിട്ട് മാറുമല്ലേ 2 ഇലക്ട്രോണെ കൊടുത്തിട്ട്. അപ്പൊ ഇത് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അറ്റ് എനി സ്പോട്ട് ഓഫ് അയോൺ ഈസ് ടേക്കൺ ആസ് ആനോഡ്. സോ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. 2 Fe gives എന്താ? 2 Fe2+ plus 2 ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ വെറുതെ ഇരിക്കത്തില്ല. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഈ മെറ്റലിന്റെ സർഫസിലൂടെ മൂവ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺ മെറ്റലിന്റെ സർഫസിലൂടെ മൂവ് ചെയ്തിട്ട് ഇവിടെ കാണാനുള്ള ഓക്സിജനെ റെഡ്യൂസ് ചെയ്യുന്നു. ആരുടെ പ്രസൻസിൽ? H+ന്റെ പ്രസൻസിൽ. H+ന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? ഓക്സിജനെ റെഡ്യൂസ് ചെയ്യുന്നു. ആരാ? 2 ഇലക്ട്രോൺ. നമ്മുടെ ആനോഡിൽ റിലീസ് ചെയ്യപ്പെടുന്ന 2 ഇലക്ട്രോൺ മൂവ്സ് ത്രൂ ദ അയൺ മെറ്റൽ, goes to another spot and reduces oxygen in presence of H+. ഓക്സിജനെ റെഡ്യൂസ് ചെയ്തിട്ട് അവിടെ ഫോം ചെയ്യുന്നത് വാട്ടറാ, H2 ആയാ ഉണ്ടാകുന്നത്. വാട്ടറാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ എഴുതുവാണെങ്കിൽ 2 ഇലക്ട്രോണൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് 2 Fe plus O2 plus H+ gives ലെഫ്റ്റ് സൈഡിൽ വരുന്ന 2 Fe2+ plus ഇവിടെ വരുന്ന 2H2 എഴുതാം. ഇത് ലെഫ്റ്റ് സൈഡിലുള്ള ഒന്നിച്ചെഴുതി, റൈറ്റ് സൈഡിലുള്ള ഒന്നിച്ചെഴുതി, 2 ഇലക്ട്രോൺ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞു. ഇതാണ് ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ. ഈ Fe2+ ഉണ്ടല്ലോ, Fe2+ ഫർദർ ഓക്സിഡൈസ് ചെയ്തിട്ട് Fe3+ ആയിട്ട് മാറുന്നു. Fe2+ ഫർദർ ഓക്സിഡൈസ്ഡ് ടു ഫോം എന്താ? Fe3+ ആൻഡ് അഗെയിൻ ടു ഫോം ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. ദെൻ എന്ത് ഫോം ചെയ്യുന്നു? ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് എന്ന് പറയുന്നത് Fe2O3 XH2O ആണ്. ഇതാണ് എന്ത്? റസ്റ്റ്, തുരുമ്പ്. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് Fe2O3 XH2O. ദിസ് ഈസ് കോൾഡ് റസ്റ്റ്. ഒന്നുകൂടെ പറയാം, ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അയണിന്റെ റസ്റ്റിംഗ്. അയണിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ Fe2++ 2 ഇലക്ട്രോൺ ആയിട്ട് മാറുന്നു. ഈ ഇലക്ട്രോൺ നമ്മുടെ മെറ്റലിലൂടെ മൂവ് ചെയ്തിട്ട് ഏതെങ്കിലും പാർട്ടിലെത്തി ഓക്സിജനെ റെഡ്യൂസ് ചെയ്യുന്നു. ആരുടെ പ്രസൻസിൽ? H+ന്റെ പ്രസൻസിൽ. 2 ഇലക്ട്രോൺ പ്ലസ് O2 പ്ലസ് H+ ഗീവ്സ് എന്താ? വാട്ടർ കിട്ടുന്നു. ഓവറോൾ റിയാക്ഷൻ എഴുതി. ഓവറോൾ റിയാക്ഷനിൽ പ്രൊഡക്റ്റിൽ വരുന്ന Fe2+ അഗെയിൻ ഓക്സിഡൈസ്ഡ് ആയി ചെയ്തിട്ട് Fe3+ ആയിട്ട് മാറുന്നു. ദെൻ എന്ത് ഫോം ചെയ്യുന്നു? ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. ഏതാണ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്? Fe2O3 XH2O. ദിസ് ഈസ് കോൾഡ് റസ്റ്റ്. ഇതാണ് അയണിന്റെ റസ്റ്റിംഗിലുള്ള ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ്. 10 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മോളാർ കണ്ടക്റ്റിവിറ്റി ഡിഫൈൻ ചെയ്തു, ഗ്രാഫ് വരച്ചു, സ്ട്രോങ്ങിന്റെയും വീക്കിന്റെയും കോൾ റേഷ്യോസ് ലോ ഡിഫൈൻ ചെയ്തു, ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ എഴുതി, കൊറോഷൻ എന്താണെന്ന് പറഞ്ഞു, അയണിന്റെ പിന്നിലുള്ള കൊറോഷന്റെ കെമിസ്ട്രി എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ അല്ലേ 10 മാർക്ക് ക്വസ്റ്റ്യൻസ്?